ഒരു കാര്യം ഞാനത് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ വർഷവും തീയതിയും ഒന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. ശരിയാണ്, ഒരു എന്താണ് ഔദ്യോഗിക രേഖകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു, തീയതിയൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഡയറി സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഈ ഫോട്ടോ ആൽബങ്ങൾ അതും സൂക്ഷിക്കുന്ന സ്വഭാവം ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത് ചെറുപ്പകാലം മുതൽ പലപ്പോഴും എനിക്ക് ഈ പ്രൈമറി സ്കൂളിൽ പഠിച്ച കാലം മുതലുള്ള ചില കാര്യങ്ങൾ, പിന്നെ എല്ലാം ഒന്നും ഓർമ്മയില്ലെങ്കിലും പല കാര്യങ്ങളും ഓർമ്മയിലുണ്ടോ, അത് ഓർമ്മയിൽ നിന്നാണ് ഈ പുസ്തകം മുഴുവൻ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സീക്വൻസിലാണ് എഴുതിയിട്ടുള്ളത്. സർവീസിലേക്കുള്ള വഴി എന്ന് തുടങ്ങി അങ്ങനെ സർവീസിലെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകണം എന്താ ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ. ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന വ്യവസായങ്ങളിലൊന്ന് സിവിൽ സർവീസ് കോച്ചിങ് ആണല്ലോ. അപ്പോൾ ഈ കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുട്ടികൾ അറിയണം ഇതെന്താ, എന്തിനു വേണ്ടിയാണ് അവർ ആസ്പയർ ചെയ്യുന്നത്.